നമ്മുടെ ജീവിതത്തിൽ നാം അനുഭവിച്ചു തീർക്കേണ്ടുന്നതായ ചില സംഗതികൾ. അതിനെ മാറ്റിവെക്കുവാനോ അതിനെ നീളം കുറയ്ക്കുവാനോ ഒന്നും നമുക്ക് അധികാരമില്ല. അത് നമ്മുടെ ജീവിതത്തിൽ സ്വയമേ വന്ന് മാറിപ്പോകും. എന്നാൽ നാം തന്നെ ഉണ്ടാക്കുന്ന കുരിശും മറ്റുള്ളവരുടെ കുരിശുകളെയും ഒക്കെ അവഗണിച്ചുകൊണ്ട് രക്ഷിതാവിന്റെ കുരിശിന്റെ പിന്നാലെ സഞ്ചരിച്ച് അവന്റെ കുരിശിനോട് ചേർത്ത് നിർത്തി രക്ഷപ്രാപിക്കുവാൻ തക്കവണ്ണം പരിശ്രമിച്ച പുണ്യപ്പെട്ട പിതാവാണ് മാർ ഇഗ്നാത്തിയോസ് നൂറാനോ. വൃദ്ധതയിൽ ഒരു വാക്ക് സംസാരിച്ചിരുന്നുവെങ്കിൽ മൃഗങ്ങളുടെ ഗുഹകളിൽ നിന്നും അല്ലെങ്കിൽ അതിന്റെ ഹിംസനങ്ങളിൽ നിന്നും തനിക്ക് രക്ഷപ്പെടാമായിരുന്നു. പക്ഷേ ലോകത്തിന്റെ രക്ഷിതാവും തന്റെ കർത്താവുമായവനെ പരിത്യജിക്കാതെ അവനു വേണ്ടി കാഴ്ചയപ്പമായി സമർപ്പിച്ച ആ പുണ്യപ്പെട്ട പിതാവിന്റെ ഓർമ്മയെ ആചരിക്കുമ്പോൾ നാമൊക്കെയും ആ ദൈവീക നടപടികളെ സ്വീകരിക്കുവാൻ ഒരുക്കമുള്ളവരായിരിക്കണം. പിതാക്കന്മാരുടെ മാർഗങ്ങളിൽ കൂടി സഞ്ചരിക്കുന്നവരായിരിക്കണം. പെരുന്നാളുകൾ പിതാക്കന്മാരെ ഉയർത്തുവാനോ താഴ്ത്തുവാനോ ഒന്നുമല്ല, അവരുടെ പുകഴ്ചയ്ക്കുമല്ല. പിന്നെയോ കാരുണ്യവാനായ കർത്താവേ, നിന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ പാർശ്വങ്ങളിൽ ഞങ്ങളെ ചേർത്തുകൊള്ളണമേ. അവരുടെ നടപടിക്ക് ഞങ്ങളെയും ഓഹരിക്കാരാക്കണമേ. അവരുടെ പ്രാർത്ഥനകളാൽ ഈ ലോക ജീവിതത്തിൽ ഞങ്ങൾക്ക് സമാധാനവും സംതൃപ്തിയും ഉണ്ടാകണമേ എന്നാണ് നാം ഒക്കെയും പ്രാർത്ഥിക്കുന്നത്.